ഹാസ്യ കലാകാരന്മാരെ നന്നായി അറിയുന്ന പ്രേക്ഷകർക്ക് രാജേഷ് കൊട്ടാരത്തിനെയും നന്നായി പരിചയമുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ഇപ്പോഴിതാ രാജേഷ് കൊട്ടാരത്തിൽ എന്ന താരത്തിന് സംഭവിച്ച ഒരു വേദനയുള്ള വാർത്തയാണ് പറയുന്നത്. തൻ്റെ ഉപജീവന മാർഗമായിരുന്ന താൻ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്നിരുന്ന തൻ്റെ സ്വന്തം കടയായിട്ടുള്ള പൊടിയൻ കൊച്ചാട്ടൻ്റെ കട ഇനി ഇല്ല എന്നാണ് രാജേഷ് കൊട്ടാരത്തിൽ പറയുന്നത്. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ മതിയായ അടച്ചുറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ മോഷണം പോയി. പഞ്ചസാര, തേയില ഉൾപ്പെടെ അവിടുന്ന് മോഷ്ടിക്കാൻ പറ്റുന്ന, ഒരു കള്ളൻ എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ടാണ് കള്ളൻ പോയത്. പരാതിപ്പെട്ടിട്ടും യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ കട ഒഴിയുകയാണ്, ഞങ്ങൾ പുതിയ കടയിലേക്ക് മാറുന്നു. നല്ല അടച്ചുറപ്പുള്ള ഒരു കട. പോലീസിൽ പരാതിയുമായി ചെന്നപ്പോൾ അവിടെ കട തുടങ്ങാനുള്ള അവകാശമില്ല എന്നും അത് പൊളിച്ചു മാറ്റേണ്ടതായി വരുമെന്നുമായിരുന്നു പോലീസിൻ്റെ ന്യായം. പോലീസ് സ്റ്റേഷനിൽ പോയി ബന്ധപ്പെട്ടിട്ടും യാതൊരു മറുപടിയും ലഭിച്ചില്ല. വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പൊടിയൻ കൊച്ചേട്ടൻ്റെ കടയെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. എന്നാൽ ആ കട ഇനി മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഉടനെ അറിയിക്കാം. എങ്ങനെയാണോ ഞങ്ങളുടെ മറ്റേ കട നിങ്ങൾ പ്രശസ്തമാക്കിയത്, ഏറ്റെടുത്തത്, അതുപോലെ തന്നെ ഇതും ഏറ്റെടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാകൂ. അതാണ് എനിക്ക് പറയാനുള്ളതും. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പറഞ്ഞത് വളരെയധികം ശരിയാണ് രാജേഷ്. സാധാരണ ജീവിതാനുഭവങ്ങളെപ്പോലും ശരിയാക്കാനുള്ള ഒരു അതുല്യ കഴിവാണ് രാജേഷ് കൊട്ടാരത്തിൽ എന്ന കലാകാരനുണ്ടായിരുന്നത്. വേദിയിലായാലും ടെലിവിഷൻ പരിപാടികളിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രേക്ഷകർക്കൊരു പ്രത്യേക ഊർജവും വളരെയധികം തമാശവും നൽകിയിട്ടുണ്ടായിരുന്നു. രാജേഷ് കൊട്ടാരത്തിൽ അവതരിപ്പിക്കുന്ന വീഡിയോയ്ക്ക് പോലും വളരെയധികം പ്രേക്ഷക പ്രീതി ലഭിക്കാറുണ്ടായിരുന്നു. ആരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തേയിലയും പഞ്ചസാരയും ഉൾപ്പെടെ മോഷ്ടിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഞങ്ങൾ ആരും അത് അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. സ്വാഭാവികമായ അവതരണ ശൈലി, നർമ്മത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ജീവിത സത്യങ്ങൾ, കൂടാതെ എളുപ്പത്തിൽ ആളുകളുമായി ബന്ധപ്പെടുന്ന കഴിവ്, ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശക്തി. അമിതമായ അളവിലുള്ള അഭിനയമല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും രസകരമായി അവതരിപ്പിക്കുന്ന രീതിയാണ് രാജേഷ് കൊട്ടാരത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കാൻ കാരണമായി മാറിയത്. ഇന്നത്തെ യുവജനങ്ങൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കടയ്ക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കും ഇത്രമാത്രം പ്രേക്ഷകർ പ്രീതിയോടെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സങ്കടത്തിലും ഈ ഒരു ദുരിതത്തിലും കൂടെ നിൽക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു കടയിൽ നിന്ന് എല്ലാം മോഷണം പോയി പിന്നെയും ഒരുപാട് പേരുടെ സഹായത്തോടെയും കടം വാങ്ങിയും എല്ലാം തുടങ്ങുകയാണ്. അതുകൊണ്ട് നല്ല പിന്തുണ വേണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.